Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ആദ്യമായി സംസ്കൃത തിരുവാതിരക്കളിയുമായി കുഞ്ഞമംഗലം ഗോപാൽ യു.പി. സ്കൂൾ വിദ്യാർത്ഥികൾ. ജനുവരി 6-ന് തിരുവനന്തപുരത്ത് സംസ്കൃത സെമിനാറിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സംസ്കൃത തിരുവാതിരക്കളി അവതരിപ്പിക്കും. പരിപാടിക്ക് ശേഷം കുട്ടികൾ മുഖ്യമന്ത്രിയുമായി സംവദിക്കും. കുടിവെള്ളം മലിനമാക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ അടച്ചുപൂട്ടിയ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമ നാട്ടുകാരെ കള്ളക്കേസിൽപ്പെടുത്തുന്നുവെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതർ കുടിവെള്ള പരിശോധന നടത്താൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയുടെ വിസ്മയ വസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പുസ്തകാവതരണ പരിപാടി ശ്രദ്ധേയമായി. ഒരേ സമയം 31 വേദികളിലായി 1500 പ്രശസ്തമായ കൃതികളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടേത് കാർഷിക പ്രാധാന്യമുള്ള സമ്പദ്ഘടനയാണെന്നതിനാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സൗകര്യമൊരുക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിൽ സമുജ്വലമായ മുന്നേറ്റം നടത്താനാവേണ്ടതുണ്ടെന്ന് ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ആധുനികത വരുമ്പോൾ തന്നെയും അതിനോടനുബന്ധമായി നമ്മുടെ കാർഷിക ബോധം, പഴയ കാർഷിക സംസ്കാരം, ആ സംസ്കാരം പൂർണ്ണമായി ഒഴിവാക്കേണ്ട, പക്ഷേ നമുക്ക് സ്വീകരിക്കേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതുമായ സാങ്കേതിക ഭൗതിക കാര്യങ്ങൾ ഉപയോഗിക്കണം. അതിൽ പരീക്ഷണങ്ങൾ വേണം. ആ പരീക്ഷണം നടത്താനാണ് നമ്മുടെ ഈ സ്ഥാപനം. ശാസ്ത്രീയമായ പരിശോധന, ശാസ്ത്രീയമായ പരീക്ഷണം, ആ പരീക്ഷണങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും, അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കാർഷിക കേരളം. എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാർഷിക സർവകലാശാല പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഫീൽഡ് തല പ്രദർശനം, ബയോ പാർക്കുകൾ, ഫ്രഷ് ഫാം, വിപണനമേള എന്നിവയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സെമിനാർ, പരിശീലന പരിപാടികൾ, അഗ്രോ ക്ലിനിക്ക്, മണ്ണ് പരിശോധന എന്നിവയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ, അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, കാസർഗോഡ് ആത്മ പ്രൊജക്ട് ഡയറക്ടർ A സുരേന്ദ്രൻ, രവീന്ദ്രൻ മാണിയാട്ട്, KTV മോഹനൻ, VV കൃഷ്ണൻ, PV ഗോവിന്ദൻ, ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ K നിതീഷ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദിന് മാടായി ജനതയുടെ ആദരവ്. സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ആദരവ് പരിപാടിയും പ്ലാവല പുരസ്കാര സമർപ്പണവും മാടായി PCC ഹാളിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ആദർശ ജീവിതം മുന്നോട്ട് വെച്ചൊരു മനുഷ്യൻ, ജീവിതത്തിലുടനീളം തന്നെ ആദർശം വെച്ച് പുലർത്തിയ ഒരു മഹാനായ അധ്യാപകനായിരുന്നു ശ്രീ മുഹമ്മദ് അഹമ്മദ്. നിങ്ങൾ ആലോചിക്കണം,
അദ്ദേഹം വിശ്വസിച്ചതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും സെക്യുലറിസം ഇവിടെ ഒരു പ്രശസ്തമായ കാർട്ടൂൺ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് പറഞ്ഞത് സതീഷ് ആചാര്യ എന്ന കാർട്ടൂണിസ്റ്റ് വളരെ കൃത്യമായി ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മനോഹരമായി അദ്ദേഹം ഇന്ത്യയെ വരച്ച് കാണിച്ചു. 2024 4 മരണങ്ങൾ അദ്ദേഹം വരച്ച് കാണിച്ചത്. ഒന്ന് സക്കീർ ഹുസൈൻ എന്ന വിശ്വവിഖ്യാതനെ തമിഴ്, 2 ലോകമറിയപ്പെടുന്ന ബിസിനസ് മാൻ രത്തൻ ടാറ്റയുടെ, 3 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗിന്റെ, 4 വിശ്വവിഖ്യാതനായ ഫിലിം മേക്കർ ശ്യാം ബെനഗലുടെ. ഈ 4 മരണം എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്? ഈ 4 മരണങ്ങൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഈ 4 പേരും 4 മതത്തിൽപ്പെട്ടവരായിരുന്നു. സക്കീർ ഹുസൈൻ മുസ്ലിം മതവിശ്വാസി, മൻമോഹൻ സിംഗ് സിഖ് മതവിശ്വാസി, രത്തൻ ടാറ്റ പാർസി മതവിശ്വാസി, ശ്യാം ബെനഗൽ ഹിന്ദു മതവിശ്വാസി. പക്ഷെ ഇവരാരും അറിയപ്പെട്ടത് മതത്തിന്റെ പേരിലല്ല, ഇവരെല്ലാം അറിയപ്പെട്ടത് ഇന്ത്യക്കാരെന്ന പേരിലാണ്, ഇന്ത്യൻസ്. ഇവരാരും തന്നെ മുസ്ലിം, പാർസി, സിഖ്, ഹിന്ദു എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവരെല്ലാം അറിയപ്പെട്ടത് ഇന്ത്യൻസ് എന്ന പേരിലാണ്. രാജ്യം അപകടകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പ്രതികരിക്കുന്നവരെ വർഗീയവാദിയാക്കി മാറ്റുകയാണെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. സ്പീക്കർ എ എൻ ഷംസീർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. എം വിജിൻ MLA, ഡോക്ടർ പി പ്രകാശൻ, സോമൻ കടലൂർ, വി വിനോദ്, കെ പത്മനാഭൻ, പി ഗോവിന്ദൻ, CP ഷിജു, താഹ മാടായി, പി ദാമോദരൻ, POP മുഹമ്മദ് അലി ഹാജി, ഡോക്ടർ VM സന്തോഷ്, ജിനേഷ് കുമാർ രമം, R ഉണ്ണിമാധവൻ, K ശിവകുമാർ, പത്മനാഭൻ കാവുമ്പായി, വരുൺ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളത്തിൽ ആദ്യമായി സംസ്കൃത തിരുവാതിരക്കളിയുമായി കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ വിദ്യാർത്ഥികൾ. ജനുവരി 6-ന് തിരുവനന്തപുരത്ത് സംസ്കൃത സെമിനാറിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സംസ്കൃത തിരുവാതിരക്കളി അവതരിപ്പിക്കും. പരിപാടിക്ക് ശേഷം കുട്ടികൾ മുഖ്യമന്ത്രിയുമായി സംവദിക്കും. കേരളത്തിൽ ആദ്യമായി സംസ്കൃത ഭാഷയിൽ തിരുവാതിര കളി അവതരിപ്പിച്ച് മുന്നേറുകയാണ് കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിലെ കുട്ടികൾ. 42 വിദ്യാർത്ഥികളാണ് മെഗാ തിരുവാതിര അവതരിപ്പിക്കുന്നത്. അവരുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത്. കലോത്സവ വേദികളിൽ ഉൾപ്പെടെ ഈ സംസ്കൃത ഭാഷയുമായി ബന്ധപ്പെട്ട നിരവധി സമ്മാനങ്ങളാണ് കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ നേടിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് അല്ലെ സംസ്കൃത തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ പോകുന്നത്? സംസ്കൃത തിരുവാതിര നമ്മുടെ വിദ്യാലയത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണം തന്നെ സബ് ജില്ലാ സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി ആതിഥേയരായ നമുക്ക് ഒരു വലിയ ആഗ്രഹം സംസ്കൃത അധ്യാപകൻ അശോക് മാസ്റ്റർക്ക് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് അതിനനുസരിച്ച് ഒരു ടീച്ചറെ കണ്ട് ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ 42 കുട്ടികൾ ചേർന്ന് ഒരു മെഗാ തിരുവാതിര സംസ്കൃത ഗാനത്തിൽ അവതരിപ്പിച്ചത് ഏറ്റവും ശ്രദ്ധേയമായി മാറി. ആ ഗാനം, ആ തിരുവാതിര നമുക്ക് ജില്ലാതലത്തിലും അവതരിപ്പിക്കാൻ DDയുടെ പെർമിഷനോടുകൂടി സാധിച്ചു. ഇപ്പോഴിതാ നമ്മുടെ കുട്ടികൾ തിരുവനന്തപുരത്ത് എത്തുകയാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാനായിട്ട്. ഏറ്റവും വലിയ നേട്ടമായി നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചത് ഒരു സുവർണ നിമിഷമായി നമ്മൾ കാണുകയാണ്. ഏറ്റവും നല്ല അഭിമാനം തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം. അതായത് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടാകുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് നമ്മുടെ കുട്ടികൾ ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഏറെ അഭിമാനം തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളുടെ സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, മാഷിന്റെ പേര്? എൻ്റെ പേര് അശോകൻ. ഞാൻ ഇവിടെ 15 വർഷമായി സംസ്കൃത അധ്യാപകനായി ജോലി ചെയ്യുന്നു. വിവിധ സംസ്കൃത കലോത്സവങ്ങളിലൊക്കെ മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ 6 ഇനങ്ങളിൽ ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും അതുപോലെ സംസ്കൃത നാടകത്തിലൊക്കെ മികച്ച വിജയം, നമ്മുടെ മികച്ച നടിയായി അഭികാമിയെ തിരഞ്ഞെടുത്തു. അങ്ങനെ നാടകമൊക്കെ സംവിധാനം ചെയ്തൊക്കെ നമ്മൾ തന്നെയായിരുന്നു, രചനയും സംവിധാനമൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. ഏറെ ശ്രദ്ധ നമുക്കത് കിട്ടി. അതിന് ജില്ലാ മത്സരം 6 ഐറ്റത്തിൽ നമുക്ക് A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്.
അങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക. അതുപോലെ കുട്ടികളിൽ സംസ്കൃത ഭാഷയെ കൂടുതൽ അവർ ഭാഷയോട് ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നവരായി അവരെ മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംസ്കൃത തിരുവാതിര ഇങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായത്. അതിന് നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെ സംസ്കൃത അധ്യാപകർ, സബ് ജില്ലയിലെ അധ്യാപകരൊക്കെ നല്ല പിന്തുണ തന്നു. അത് ഏറ്റവും ഭംഗിയായി നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ സബ് ജില്ലയിലും അതുപോലെ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ പാട്ടിന്റെ രചന, അതുപോലെ തന്നെ ഇതിന്റെ പരിശീലനം, ഇതൊക്കെ ആരുടെ? ഇതിന്റെ രചന നിർവഹിച്ചത് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ഗവേഷക അധ്യാപികയായ ബീന മിത്രയാണ്. അതിന് സംഗീതം കൊടുത്തത് അജയ് സാറാണ്. ഇത് പാടിയിരിക്കുന്നത് ആതിര മുരളിയാണ്. അതുപോലെ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയായ നന്ദന രഞ്ജിത്താണ് ഇതിൻ്റെ തിരുവാതിര നന്നായി പഠിപ്പിച്ചെടുത്തത്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ അഭികാമിയും കൂട്ടുകാരും ചേർന്ന് തിരുവാതിര അവതരിപ്പിച്ചിട്ടുള്ളത്. അഭികാമി, എന്ത് തോന്നുന്നു? നല്ല രസം തോന്നുന്നു. അശോക മാഷ് ഇങ്ങനെയുള്ളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്കൂളിന് അഭിമാനവും, നമ്മുടെ സ്കൂളിലെ നമ്മൾ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു സ്കൂളായി ഒരു തിരുവാതിരയാണ് എൻ്റെ കൂട്ടുകാരും ഞാനും കൂടി അവതരിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ തിരുവാതിര അങ്ങ് അനന്തപുരിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അല്ലേ? ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്ത് പോകുന്നത്? ആദ്യമായിട്ടാണ് അല്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമില്ലേ അല്ലേ? അവിടെ മന്ത്രിമാരൊക്കെ ഉള്ള പരിപാടിയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സംവദിക്കാൻ ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ? വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? എത്ര പേരാണ് നിങ്ങളുള്ളത്? 42 പേര് അല്ലേ? എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്? 5-ാം തീയതി പോകും അല്ലേ? എപ്പോഴാണ് നിങ്ങളുടെ പെർഫോമൻസ്? എപ്പോഴാണ്? 6-ാം തീയതി അല്ലേ? എന്തായാലും വളരെ സന്തോഷത്തിലാണ് അല്ലേ? അതെ. എത്ര പേരെന്താ? എവിടെയാ വീട്? എവിടെയാ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4-ാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? മോളുടെ പേരെന്താ? ശ്രദ്ധ്യ. വളരെ സന്തോഷമുണ്ട് അല്ലേ? നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികൾ വളരെ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുഞ്ഞിമംഗലത്ത് നിന്ന ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. കുടിവെള്ളം മലിനമാക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ അടച്ചുപൂട്ടിയ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമ നാട്ടുകാരെ കള്ളക്കേസിൽപ്പെടുത്തുന്നുവെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതർ കുടിവെള്ള പരിശോധന നടത്താൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. 4 മാസം മുൻപ് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അടച്ച മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കുന്നതിന് ഉടമ നവീകരണം നടത്താൻ ശ്രമിക്കുകയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ നെയിം ബോർഡും മറ്റും തകർക്കപ്പെട്ടു എന്ന ഉടമ നൽകിയ പരാതിയിൽ ചന്ദന പോലീസ് പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി ഉൾപ്പെടെ 15 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതേസമയം കള്ളപ്പരാതിയിലാണ് നാട്ടുകാർക്കെതിരെ കേസെടുത്തതെന്നുൾപ്പെടെ ആരോപിച്ചാണ് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെ 150-ൽ പരം പേർ പങ്കെടുത്ത മാർച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിനെതിരെ അല്ല നമ്മൾ ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഒരുപാട് തവണ വാണിംഗ് നൽകിയിട്ടും പിന്നെയും അവിടെയുള്ള മലിനജലം പൊതുജനങ്ങളുടെ പറമ്പിലേക്ക് എത്തുന്ന രീതിയിൽ ഒഴുക്കിവിടുന്ന ഒരു സമീപനം ഈ വ്യാപാര സ്ഥാപനം നടത്തിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചത്. ആ സ്ഥാപനത്തിന്റെ 5 വീടുകൾ, അതിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന 5 വീടുകളിലെ വെള്ളം പരിപൂർണമായിട്ടും കുടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്ന ഒരു അവസ്ഥയിലാണ് പൊതുജനങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VPP ഷുഹൈബ്, VPU മുഹമ്മദ്, B ജമീർ, UP ഫാസിൽ, B ഷഫിയുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുവരെ ജനകീയ പ്രതിഷേധം തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയുടെ വിസ്മയ വസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പുസ്തകാവതരണ പരിപാടി ശ്രദ്ധേയമായി. ഒരേ സമയം 31 വേദികളിലായി 1500 പ്രശസ്തമായ കൃതികളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ചത്. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ പ്രദേശത്തെ 21ഓളം ലൈബ്രറികളിൽ നിന്നായി ക്രിസ്മസ് അവധിക്കാലത്ത് ലഭ്യമാക്കിയ പുസ്തകങ്ങളാണ്
കുട്ടികൾ വായിച്ചവതരിപ്പിച്ചത്. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം MT കാലം കാലാതീതം എന്ന വേദിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ, PV കുഞ്ഞപ്പൻ, ഷമീര ടീച്ചർ, M പ്രസാദ്, PV വിനോദ് കുമാർ, PU രമ്യ, K ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളത്തിലെ യശരീരരായ എഴുത്തുകാരുടെ നാമധേയത്തിലുള്ള 31 വേദികളിലായാണ് ഒരേ സമയം വായനാവതരണം നടന്നത്. ഓരോ വേദിയിലെയും അവതരണങ്ങൾക്ക് ഗ്രന്ഥശാല പ്രവർത്തകരും അധ്യാപകരും നേതൃത്വം നൽകി. ക്രിസ്മസ് അവധിക്കാലത്ത് കുട്ടികൾ വായിച്ചു തയ്യാറാക്കിയ പുസ്തക അവലോകന കുറിപ്പുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ക്ലാസ് തലത്തിൽ അവതരിപ്പിച്ച് അധ്യാപകരുടെയും ഗ്രന്ഥശാല പ്രവർത്തകരുടെയും മേൽനോട്ടത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് വായനാവസന്തം വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട കുറിപ്പുകൾ സമാഹരിച്ച് ഒറ്റപ്പതിപ്പായി പ്രസിദ്ധീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ അറിയിച്ചു. 1500 വിദ്യാർത്ഥികളെയും അധ്യാപകരെയും PTA അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പുസ്തക വായന നടത്തുകയാണ്. പയ്യന്നൂർ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ 21 വായനശാലകൾ കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷന് മുമ്പ് തന്നെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവ വായിച്ച് 30-31 തീയതികളിൽ ക്ലാസ്സിൽ ഡ്രസ് റിഹേഴ്സൽ നടത്തുകയും അതിനുശേഷമാണ് ഇന്ന് ഈ വേദിയിൽ 31 വേദികളിലായിട്ട് ചെറുശ്ശേരി മുതൽ MT വരെ ഉള്ള സമാരാധരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നാമധേയത്തിലാണ് 31 വേദികൾ. ഈ വേദികളിലാണ് പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, ഹെഡ് മിസ്ട്രസ് EN വീണാദേവി, അധ്യാപകരായ G ശ്രീജിത്ത്, രാജീവ് കുമാർ കാമ്പ്രത്ത്, C സുധാകരൻ എന്നിവർക്കുള്ള ആദരമായി സ്കൂളിലെ 1200 വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് ബൃഹത് ഗ്രന്ഥാഞ്ജലി പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ കൂറ്റൻ പുസ്തകാകൃതിയിൽ NSS, SPC, റെഡ് ക്രോസ്, സ്കൗട്ട്സ് യൂണിറ്റ് അംഗങ്ങളും മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും 1500ഓളം ഗ്രന്ഥങ്ങൾ ഉയർത്തി വിരമിക്കുന്ന അധ്യാപകർക്ക് അക്ഷരാഞ്ജലി അർപ്പിച്ചു. ഇവിടെ ഈ വർഷം സ്കൂളിൻ്റെ സർവീസിൽ നിന്നും പ്രിൻസിപ്പളും ഹെഡ് മിസ്ട്രസും ഉൾപ്പെടെയുള്ള 5 അധ്യാപകർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അവർക്കുള്ള ഒരു യാത്രയപ്പിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ബൃഹത് ഗ്രന്ഥാഞ്ജലി എന്ന പേരിൽ മാസ് ബുക്ക് ഡിസ്പ്ലേ എന്ന പേരിലാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഈ കുട്ടികൾ അവരുടെ ഒരു ആദരം ഈ വിരമിക്കുന്ന അധ്യാപകർക്ക് നൽകിയത്. അത് പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ വായിച്ച പുസ്തകം 1 മിനിറ്റ് അവിടെ നിന്ന് വായിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യവിരുന്നാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പയ്യന്നൂർ MLA TA മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, K ശിവകുമാർ, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, രമ്യ PU, കലേഷ് കലാലയ, സുരേഷ് മാസ്റ്റർ, പങ്കജാക്ഷൻ മാസ്റ്റർ, CV രാജു, സുനീഷ് PS, OK അനിൽകുമാർ, മധു R, പ്രസീജ ടീച്ചർ, ശ്രീജ BN തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ചരിത്ര നിമിഷത്തിന് തന്നെയാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. വായനയുടെ വിസ്മയ വസന്തം എന്ന പേരിൽ 31 വേദികളിലായി വായന കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന്, പുതിയ കാലത്ത് കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് 1500ഓളം വിദ്യാർത്ഥികൾ, 1500ഓളം പുസ്തകങ്ങൾ, അതുപോലെ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന 5 അധ്യാപകർക്ക് ഗ്രന്ഥാഞ്ജലി എന്ന പേരിൽ വലിയ പുസ്തകത്തിൻ്റെ മാതൃകയിൽ കുട്ടികൾ അണിനിരുന്നത്. അങ്ങനെ കണ്ണിന് വിരുന്നൊരുക്കുന്ന, അതുപോലെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു പരിപാടിക്ക് തന്നെയാണ് സ്കൂൾ നേതൃത്വം വഹിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ സാഹിത്യോത്സവം ജനുവരി 16 മുതൽ 19 വരെ നടക്കും. സാഹിത്യോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പയ്യന്നൂർ സാഹിത്യോത്സവം ജനുവരി 16 മുതൽ 19 വരെ നടക്കും. ഗാന്ധി പാർക്കിന് സമീപം സംഘാടക സമിതി ഓഫീസ് MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ 3 വർഷമായി ഇടപെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷവും മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുട്ട് നിറയുന്ന ഒരു കാലത്ത് ആ ഇരുട്ടിനെ അകറ്റുന്നതിന് ബോധപൂർവമുള്ള വെളിച്ചം പകരുന്ന പ്രക്രിയയാണ് ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ പയ്യന്നൂർ നഗരസഭ ഏറ്റെടുക്കുന്ന ഈ ഒരു
വലിയ ചുമതല എന്ന് പറയുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, M പ്രസാദ്, K ജയരാജ്, KV ബാബു, P ജയൻ, KK ഗംഗാധരൻ, ശശി വട്ടക്കോവൽ, ഇക്ബാൽ പോപ്പുലർ, TP സമീറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ പൊതുജനങ്ങൾക്ക് നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. വിവിധ വർണ്ണങ്ങളിലുള്ള ഷർട്ട് തുണികൾ മങ്കത്തിൽ നെയ്തെടുക്കുന്നതും സ്പിന്നിംഗ് മെഷീനിൽ നൂൽ നൂൽക്കുന്നതും കാർണിവലിലെത്തുന്നവർക്ക് അപൂർവ കാഴ്ചയായി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലുള്ള ചെറുവത്തൂർ യൂണിറ്റിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പിലിക്കോട് ഫാം കാർണിവലിൽ നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തുന്നത്. വിപണന സ്റ്റാളുകളിൽ കോട്ടൺ സാരികളുടെ പ്രദർശനം ആകർഷകമാണ്. സർക്കാർ റിബേറ്റ് കഴിഞ്ഞ് 1100 രൂപ മുതൽ 1500 രൂപ വരെ വില വരുന്ന 10ൽ പരം കോട്ടൺ സാരികൾ ഖാദി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിപണന പ്രദർശന സ്റ്റാളിലുണ്ട്. 25ലധികം നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള ഷർട്ട് പീസുകൾ, 5 വിഭാഗത്തിലുള്ള കാവിമുണ്ടുകൾ, വെള്ളമുണ്ടുകൾ എന്നിവയ്ക്കൊപ്പം വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിനു കീഴിലെ ചെറുവത്തൂർ വീവിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രദർശന സ്റ്റാളിൽ നെയ്ത്ത്, നൂൽനൂൽപ്പ് എന്നിവ കാർണിവലിലെത്തുന്നവർക്ക് പരിചയപ്പെടുത്തുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും പൊതുസമൂഹത്തിലെത്തിക്കാനാണെന്ന് വീവിംഗ് ഇൻസ്ട്രക്ടർ KV ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇതിൻ്റെ തുണി ഒന്നാമത് വിൽപ്പന, പിന്നെ പ്രദർശനം. പഴയ കാലത്തിൽ അതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ തൊഴിലാളികളുടെ കൂലി, അയാളുടെ അധ്വാനം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് വന്നത്. അതോടുകൂടി വിൽപ്പന നടത്തിയാൽ മാത്രമേ കൂലികൾ ആവുള്ളൂ. അതുപോലെ നമ്മൾ ജനങ്ങളുടെ ഇതിനെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കി നമ്മളെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരമുള്ള സന്ദർഭം നമ്മൾ ആക്കണം. കാരണം ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ സഹായം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ ഇനി IT മേഖലയിലും ജോലി ചെയ്യും. ബഡ് സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ ലാബിന്റെയും സ്മാർട്ട് ബോർഡിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. മാടായി പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT കമ്പനിയുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് IT മേഖലയിൽ പരിശീലനം നൽകി കമ്പനിയുടെ ഡാറ്റകൾ ഓൺലൈനായി ചെയ്തു കൊടുക്കുന്ന ജോലിക്കാരാക്കി മാറ്റും. തുടക്കത്തിൽ 18 പേർക്കാണ് പരിശീലനം നൽകുന്നത്. അതിനുവേണ്ട ലാപ്ടോപ്പുകളും ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ്ങും കമ്പനി തന്നെ നൽകുകയും ചെയ്തു. ടീച്ചേഴ്സ് മുഖേന കമ്പനിയുടെ സോഫ്റ്റ്വെയർ പരിശീലിക്കുന്ന വിദ്യാർത്ഥികളെ കമ്പനി പ്ലേസ്മെന്റ് നൽകി കമ്പനിയുടെ ജീവനക്കാരാക്കും. ബഡ്സ് സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ ലാബിന്റെയും സ്മാർട്ട് ബോർഡിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ നിർവഹിച്ചു. ബാംഗ്ലൂരിലുള്ള അംബ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ അവരുടെ വർക്ക് ഈ ബഡ്സ് സ്കൂളിൽ വെച്ച് കുട്ടികൾ ചെയ്യും. അതിനനുസരിച്ചുള്ള അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കമ്പനി നൽകുകയും ഇതിൽ 5 പേരെ സെലക്ട് ചെയ്ത് അവരുടെ കമ്പനിയുടെ വർക്കുകൾ ഇവിടെ നിന്നായാലും കുട്ടികൾക്ക് വീട്ടിൽ നിന്നായാലും ചെയ്യാനുള്ള ഒരു സൗകര്യത്തോടു കൂടിയുള്ള പരിശീലനമാണ് ഇവിടെ കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കുഞ്ഞിക്കാതിരി, റഷീദ് ഔഡിയിൽ, വാർഡ് മെമ്പർ രാജൻ, സെക്രട്ടറി അജിത് കുമാർ, പ്രിൻസിപ്പൽ നിഷ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഭാഗികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും പയ്യന്നൂർ ബൈപ്പാസിന്റെ മിക്ക ഭാഗങ്ങളിലെയും കുണ്ടും കുഴികളും ഇതുവഴിയുള്ള വാഹനയാത്ര ദുരിതമാക്കുകയാണ്. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഏറെ സഹായകമായ റോഡാണ് പയ്യന്നൂർ ബൈപ്പാസ്. നഗരത്തിൽ നിന്ന് ബസ്സുകളടക്കം പുറത്തേക്ക് പോകുന്നത് ബൈപ്പാസ് വഴി തന്നെ. ഈ ബൈപ്പാസ് റോഡാണ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. ചിലയിടങ്ങളിൽ കുഴിയടക്കൽ പ്രവൃത്തി നടന്നിട്ടുണ്ട് എങ്കിലും പഴക്കമേറിയ കുഴികൾ ഇപ്പോഴും ബൈപ്പാസിലുണ്ട്. പയ്യന്നൂർ ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് ജനങ്ങൾ പരാതി പറഞ്ഞ് മടുത്തൊരു കാര്യമാണ് പറയുന്നത്. എല്ലാ വർഷവും ഒരു ചടങ്ങ് പോലെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് വർക്ക് ആഴ്ചകളോളം പൂട്ടിയിട്ടിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. എല്ലാ ആഴ്ചയും ഒരു 3 ആഴ്ചത്തോളം ഇത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് റോഡ് എപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. റീടാർ ചെയ്യാനും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ
ഈ കാലഘട്ടത്തിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്ത് ഇപ്രാവശ്യവും അതേപോലെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. മൊത്തം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, മൊത്തം കുഴികൾ റോഡിൽ രൂപം കൊണ്ടിട്ടുള്ളത്. കാരണം എന്തിനാണ് ഇവരിങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആരെ സഹായിക്കാനാണ്, എന്തിനെ സഹായിക്കാനാണ്, ആർക്ക് ഇതിനെ കൊണ്ട് പ്രോഫിറ്റ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. ഇവിടെ 18-ാം വാർഡും 34-ാം വാർഡും കൗൺസിലർമാർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ആരൊക്കെ കോൺട്രാക്റ്റ് എടുത്തിട്ടാണ്, എത്ര കാലങ്ങളായിട്ട് ചെയ്യുന്ന വർക്കാണ്, എത്ര പണം ഇതിൽ ചെലവാക്കുന്നു, പൊതുജനങ്ങളുടെ നികുതി പണം എത്ര ചെലവാക്കുന്നു എന്നുള്ള രീതി വളരെ കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാം. സെന്റ് മേരീസ് സ്കൂൾ ജംഗ്ഷൻ മുതൽ വെള്ളാരങ്ങര വരെയുള്ള ഭാഗത്തെ വലിയ കുഴികളിൽ ഇരുചക്രവാഹന യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSTA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന പരിപാടി ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ വെച്ച് ജനുവരി 25-26 തീയതികളിലായി നടക്കുന്ന KSTA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാവിത്രിബായി ഫുലെ ജന്മദിനമായ ദേശീയ അധ്യാപക ദിനത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന പരിപാടി ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു. P. അജിത അധ്യക്ഷത വഹിച്ചു. AK ബീന, KC മഹേഷ്, K. രജില, KC സുനിൽ, K. പ്രകാശൻ, PK ബിന്ദു, PV സുരേന്ദ്രൻ, KV ശ്രീലത, K. രാജീവൻ, KSTA കണ്ണൂർ ജില്ലാ സെക്രട്ടറി K. ശശീന്ദ്രൻ, P. സരിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയനിലെ മോസ്കോ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ നേരം പുലരുന്നതിന് മുന്നേ കാക്കകളെത്തും. മുഹമ്മദ് കുഞ്ഞി കാത്തുവയ്ക്കുന്ന ഭക്ഷണത്തിനായി. കാക്കകളോടുള്ള മുഹമ്മദ് കുഞ്ഞിയുടെ കൂട്ട് തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. കാക്കകളെ അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്നയാളാണ് കരിവള്ളൂർ കുണിയനിലെ മോസ്കോ മുഹമ്മദ് കുഞ്ഞി. കഴിഞ്ഞ 12 കൊല്ലമായി നേരം പുലരുന്നതിന് മുമ്പേ കാക്കകൾ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിലെത്തും. ഇദ്ദേഹം കാത്തുവയ്ക്കുന്ന ഭക്ഷണത്തിനായി. എല്ലാ ദിവസവും 20 രൂപയുടെ മിച്ചർ മുറ്റത്ത് വാരി വിതറും. ഇതും പോരാഞ്ഞ് ചപ്പാത്തി കഷണങ്ങളാക്കി കൊടുക്കും. ഇവയെല്ലാം ഒന്നില്ലാതെ കൊത്തിപ്പെറുക്കി തിന്നാണ് കാക്കകൾ മടങ്ങാറ്. കാക്കകളോടുള്ള മുഹമ്മദ് കുഞ്ഞിയുടെ ഇഷ്ടം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇത് ഏകദേശം ഒരു 12 കൊല്ലത്തോളമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. എപ്പോഴും അതിന് മുടക്കമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ 6-6:30 ഉള്ളിലായിട്ട് വരും. പിന്നെ അതിന് വേണ്ടുന്ന ഭക്ഷണം ഇവിടെ കരുതി വെക്കും. അത് അവർക്ക് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാലേ ചായ കുടിക്കും. വേറെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. വേറെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ബാംഗ്ലൂരിൽ കച്ചവടം നടത്തിയ അരനൂറ്റാണ്ടിലേറെക്കാലം ഇദ്ദേഹം കാക്കകളുടെ ഇഷ്ടതോടനായിരുന്നു. ഇപ്പോൾ വയസ്സ് 81ആയി. മിക്കവരും ലവ് ബേർഡ്സിന്റെ പിറകെ പോകുമ്പോഴും മുഹമ്മദ് കുഞ്ഞിക്കിഷ്ടം കാക്കകളോടാണ്. അതിന്റെ കാരണമറിയണമെങ്കിൽ വൈലോപ്പിള്ളിയുടെ കാക്ക എന്ന കവിത വായിച്ചാൽ മതി. മുഹമ്മദ് കുഞ്ഞി അത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ലതാനും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമം എന്ന ലക്ഷ്യവുമായി കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇതിന്റെ ഭാഗമായുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമം എന്ന ലക്ഷ്യവുമായി കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണത്തിലൂടെ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. കാർഷിക പരിശീലനവും നെൽകൃഷി വ്യാപനവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. തേനീച്ച കൃഷി, കൂൺ കൃഷി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ കാർഷിക ഉൽപാദനവും ഇതിലൂടെ നടപ്പിലാക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിലൂടെ പദ്ധതി നടപ്പിലാക്കുക വഴി ഒരു കാർഷിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ആദ്യപടിയായി പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും തൽപരരായ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് സൗജന്യമായി നൽകിക്കൊണ്ടുള്ള ഈ പരിപാടി. ഈ പരിപാടിയെ സംബന്ധിച്ച് പറഞ്ഞു, ഒരു കർഷകൻ 2-3 ഇനങ്ങൾ കൃഷി ചെയ്യുകയും അതിൻ്റെ ഒരു വിളവെടുപ്പ് സന്ദർഭത്തിൽ അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്ത 1-2 കർഷകർക്ക് ഗാനഗോവിന്ദാട്ടൻ്റെ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു എളിയ സമ്മാനം കൂടി നൽകിക്കൊണ്ട് ഈ കാർഷിക രംഗത്ത് ഒരു നല്ല ആരോഗ്യകരമായ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മത്സരം അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് രൂപം കൊടുത്തത്. ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു.
കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ് വിത്തും വളവും വിതരണം ചെയ്തു. വെള്ളരി, കയ്പ, നരമ്പൻ, കക്കിരി, പയർ തുടങ്ങി 10ഓളം പച്ചക്കറികളുടെ ഹൈബ്രിഡ് വിത്തുകൾ വിതരണം ചെയ്തു. ഈ മേഖലയിൽ മികച്ച രീതിയിൽ കൃഷി നടത്തുന്ന 20 കർഷകരെ തിരഞ്ഞെടുത്താണ് വിത്തുകൾ വിതരണം ചെയ്തത്. ബാങ്കിന്റെ സ്വന്തം വളമായ മേന്മ ജൈവവളവും വിതരണം ചെയ്തു. ഇതിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന 2 പേർക്ക് കാന ഗോവിന്ദൻ സ്മാരക പുരസ്കാരവും നൽകും. വി ശശിധരൻ, ടി കുഞ്ഞികൃഷ്ണൻ, PC ഗോപിനാഥൻ മാസ്റ്റർ, കെ ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൊക്കോയിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച താരങ്ങളെ വാർത്തെടുത്ത ഒരു കളി മൈതാനമുണ്ട് പയ്യന്നൂർ കണ്ടോത്തെ V1 ക്ലബ്ബാണ് കൊക്കോയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. പയ്യന്നൂർ കണ്ടോത്തെ ഈ ചെറിയ മൈതാനത്തിൽ കൊക്കോയുടെ ആവേശവും ആരവവും ആരംഭിച്ചിട്ട് 25 വർഷത്തോളമായി. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമെല്ലാം നടക്കുന്ന കൊക്കോ ചാമ്പ്യൻഷിപ്പുകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച പല താരങ്ങളുടെയും ഹോം ഗ്രൗണ്ടാണിത്. കായിക മേഖലയോടും കൊക്കോയോടും സ്നേഹമുള്ള ഒരു കൂട്ടം പരിശീലകരുടെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ കൂടി ഫലമാണ് ഈ കളിക്കളം. കൊക്കോയ്ക്ക് പുറമെ അത്ലറ്റിക് ഇനങ്ങളിലും ഇവിടെ പരിശീലനം നൽകുന്നുണ്ട്. കണ്ടോത്തെ V1 ക്ലബ്ബാണ് ഈ പരിശീലനങ്ങളുടെ എല്ലാം നേതൃത്വം. കൊക്കോ പരിശീലന കേന്ദ്രത്തിൽ നമ്മൾ ഡെയിലി വൈകുന്നേരം കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. അതുപോലെ സമ്മർ വെക്കേഷനിൽ 1 മാസത്തോളം കാലം V1 ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കണ്ടോത്തിന് പരിശീലനം നൽകുന്നുണ്ട്. കണ്ണൂർ ജില്ലാ ടീമിനെ നമ്മൾ ഇവിടെ നിന്നുള്ള കുട്ടികളാണ് കണ്ണൂർ ജില്ലാ ടീമിൽ തന്നെ മെയിനായിട്ട് കളിക്കുന്നത്. അങ്ങനെ നിരവധി കുട്ടികൾ ഈ ദേശീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ വൈകുന്നേരങ്ങളാണ്, സ്കൂളിലെ ദിവസം വൈകുന്നേരങ്ങളിലാണ് പരിശീലിക്കുന്നത്. ലീവിലെ ദിവസം രാവിലെയും വൈകുന്നേരം പരിശീലിപ്പിക്കുന്നുണ്ട്. രഘു ചീനേരി, മനോജ് കുമാർ ടി, ഡോക്ടർ KP അനൂപ്, ഭാർഗവൻ ടി എന്നിവരാണ് പ്രധാന പരിശീലകർ. വേനലവധിക്കാലത്ത് 100ഓളം കുട്ടികളാണ് ഇവിടെ പരിശീലനത്തിനായി എത്തുന്നത്. കണ്ണൂരിന്റെ കായിക ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്നായി മാറുകയാണ് V1 ക്ലബിന്റെ ഈ പരിശീലന ഇടം. പയ്യന്നൂർ കണ്ടോത്തെ V1 ക്ലബിന്റെ ഈ മൈതാനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കൊക്കോയിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വരെ മികച്ച പ്രകടനം നടത്തുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു മൈതാനമാണിത്. നാളത്തെ കായിക ഭൂപടത്തിൽ നമ്മുടെ നാടിന്റെ പേരും രേഖപ്പെടുത്താൻ ഇത്തരം ഉദ്യമങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ചെറുതാഴം കോടിത്തായാൽ മൂലക്കാരൻ നാരായണൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം കോടിത്തായൽ മൂലക്കാരൻ നാരായണൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനം ജോൺ ബ്രിട്ടാസ് MP നിർവഹിച്ചു. ഈ നാടിനെ നവീകരിക്കാൻ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ, തൊഴിലാളി വർഗത്തിന്, അടിസ്ഥാന വിഭാഗത്തിന്, സാധാരണക്കാർ മുന്നോട്ട് പോകാനുള്ള ഒരു സുരക്ഷിതത്വം പ്രദാനം ചെയ്ത ഒരു വ്യക്തിത്വം. ഇവരെ പോലുള്ള ആൾക്കാർ വെയിൽ കൊണ്ടതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ തണല് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള നേതാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടി ഇന്നത്തെ തലമുറ മുൻകൈയെടുത്ത് ഇതുപോലുള്ള സ്മാരകങ്ങൾ തീർക്കുന്നു. അത് അവരുടെ ആ സ്മരണ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അവർ തുടങ്ങി വെച്ച ദൗത്യത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിട്ട് വേണം നമ്മൾ കാണാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വായനശാലയും ഗ്രന്ഥാലയമാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടെങ്കിൽ ബിജിൻ്റെ MLA ഫണ്ടിൽ നിന്ന് കുറേ പുസ്തകങ്ങളോട് വരാൻ പോകുന്നുണ്ട് ഇല്ലേ? പിന്നെ ഫർണിച്ചർ വരും, പല കാര്യങ്ങളും വരും. ബിജിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവിടെ രമേശ് എന്തോ കാതിൽ പറഞ്ഞപ്പോൾ ബിജിൻ എല്ലാം ഏറ്റിട്ടുണ്ട്. TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CPIM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, CM വേണുഗോപാലൻ, IV ശിവരാമൻ, CV ബാലകൃഷ്ണൻ മാസ്റ്റർ, MV രവി, റമീസ് K, MV സുമേഷ്, V രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഹരീഷ് മോഹനെ ആദരിച്ചു. തുടർന്ന് വരുൺ വിശ്വനാഥൻ ടീം അവതരിപ്പിച്ച
മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പ് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കല്യാശ്ശേരി മണ്ഡലം സ്റ്റുഡന്റ് സഭ ആലോചനാ യോഗം സംഘടിപ്പിച്ചു. എരിപുരം മാടായി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ മണ്ഡലത്തിന്റെ വികസനം, മണ്ഡലത്തിന്റെ മാത്രമല്ല നമ്മുടെ നാടിന്റെ പൊതുവികസനം എങ്ങനെയാണ് വിദ്യാർത്ഥികൾ, വരാനിരിക്കുന്ന തലമുറ, നമ്മുടെ പ്രതീക്ഷകൾ കാണുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലുള്ള ഒരു പരിശോധനയാണ് ഈ സ്റ്റുഡന്റ് സഭയുടെ ഭാഗമായി നടക്കാൻ വേണ്ടി പോകുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്റ്റുഡന്റ് സഭ. ഈ പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ വികസന പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ മണ്ഡലത്തിലെ MLA-യുമായി പങ്കുവച്ചു. മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട 10 പ്രധാന മേഖലകൾ കണ്ടെത്തുകയും അവ ജനപ്രതിനിധികളുമായി പങ്കുവെക്കുക, 10 വ്യത്യസ്ത മേഖലകളിലെ ചർച്ചകൾ ശാസ്ത്രീയമായി ഏകോപിപ്പിക്കുന്നതിനും ഉപദേശങ്ങൾ നൽകുന്നതിനുമായി വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തുക, വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ, പ്രതീക്ഷകൾ, ആശയങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസന സർവേ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നതോടൊപ്പം മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി സഹകരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും എങ്ങനെയെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ഗോവിന്ദൻ, കായിക്കാരൻ സഹീദ്, TT ബാലകൃഷ്ണൻ, K രതി, T നിഷ, K ഫാരിഷ, P ശ്രീമതി, A പ്രാർത്ഥന, T സുലജ, പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിബ്യൂഷ് UC, അഡീഷണൽ സെക്രട്ടറി ഇർഷാദ് MS എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നല്ല നാളേക്കായി കായിക പരിശീലന ക്യാമ്പുമായി കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി. LKG ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ സൗജന്യമായി കായിക പരിശീലനം നൽകി വരുന്നത്. കായികശേഷി വർദ്ധിപ്പിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കായിക രംഗത്തേക്ക് ആകർഷിപ്പിക്കുക എന്നതാണ് പരിശീലന ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 88 കുരുന്നുകൾക്കാണ് അക്കാദമി അധികൃതർ സൗജന്യമായി പരിശീലനം നൽകുന്നത്. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ, പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂൾ, ഏറ്റുകുടുക്ക സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ പരിശീലനം നൽകുന്നത്. ജനുവരി 7 മുതൽ 9 വരെ തലശ്ശേരി സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടക്കുന്ന കിഡ്സ് അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. LKG വിഭാഗത്തിലുള്ള ലെവൽ 1, 2 മുതൽ 3-ാം ക്ലാസ് വരെയുള്ള ലെവൽ 2, 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലെവൽ 3 എന്നിങ്ങനെ തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക. ഇതിനനുസരിച്ചുള്ള കൃത്യമായ പരിശീലനമാണ് A കരുണാകരൻ മാസ്റ്റർ, അഖിൽദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. രാവിലെ 6 മണി മുതൽ 9 മണി വരെ വെള്ളൂർ സ്കൂളിലും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഏറ്റുകൊടുക്ക സ്കൂളിലുമാണ് പരിശീലനം. ഇനി മുതൽ തായ്നേരി സ്കൂളിലെ കുട്ടികളും കോച്ചിംഗ് ക്യാമ്പിന്റെ ഭാഗമാകും. ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് ഇവിടെ വിളിച്ച് കുട്ടിയെ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. കരുണാകരൻ മാഷ് പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ് ഞാൻ പ്രസിഡന്റായി. ചെറുത്തിൽ ഞാൻ സ്കൂളിൽ ഓട്ടത്തിലൊക്കെ വന്നവനായിരുന്നു. 3 എന്ന് വെച്ചാൽ UP സ്കൂളല്ല, UP സ്കൂളിലും ഹൈസ്കൂളിലും. പിന്നെ കോളേജിലെത്തുമ്പോൾ നമുക്കൊരു എയിം ഉണ്ടായിരുന്നു, ഡോക്ടർ ആവണം എന്നുള്ള എയിം. അന്നേരം എന്ന് വെച്ചാൽ കളികളെല്ലാം വിട്ട് എല്ലാ എക്സ്ട്രാ കരിക്കുലറും വിട്ടിട്ട് പഠിത്തം മാത്രമായിരുന്നു. അങ്ങനെയാണ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടി വന്നത്. ഈ കരുണാകരൻ മാഷ് പറഞ്ഞു, കാരണം നമുക്ക് പ്രചരണം പ്രചോദനം വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ വേണ്ടത്ര അറിയുന്നില്ല. ഒരുപാടെന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ്, ഒരു 5 ലക്ഷത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് മേടിച്ചു. അത് നമ്മൾ എങ്ങനെയല്ലോ കുറിവെച്ചിട്ടും സംഭാവന ചെയ്തിട്ടും ആ പൊട്ടി ഉണ്ടാക്കി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കരുണാകരൻ മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ, ചന്ദ്രൻ മാസ്റ്റർ, രാഘവൻ, അഖിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി കരിവെള്ളൂർ കോട്ടൂർ വയലിൽ തടയണ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് തടയണ സ്ഥാപിച്ചത്. 12 പാടശേഖരങ്ങളിലും കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് തടയണ സ്ഥാപിച്ചത്.
കോട്ടൂർ വയൽ പാടശേഖരത്തിൽ നിർമ്മിക്കുന്ന തടയണയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. ചടങ്ങിൽ കരിമ്പിൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. കരുവള്ളൂർ പെർളം ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർഷകരും ഭരണസമിതിയും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 15 ഹെക്ടറോളം തരിശുരഹിതമാക്കാൻ ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പാടശേഖരങ്ങൾക്ക് ജലത്തിൻ്റെ ലഭ്യത വരുത്തുന്നതിന് വേണ്ടി താൽക്കാലിക തടയണകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞത്. ഇപ്പോൾ കോട്ടൂർ പാടശേഖരത്തിൽ താൽക്കാലികമായ തടയണ കർഷകരും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി ഇപ്പം ഇന്ന് പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ ഓരോ പാടശേഖരങ്ങളും എടുത്തുകൊണ്ട് 10-30ഓളം തടയണ നമ്മുടെ കരുവള്ളൂർ പെർളം പഞ്ചായത്തിൽ ഇതിന് തുടർച്ചയായി നടപ്പിലാക്കാൻ പോവുകയാണ്. എം ശശിമോഹനൻ, എം വി രാഘവൻ, എൻ വി കുഞ്ഞിരാമൻ, കെ പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തടയണ നിർമ്മാണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൂരക്കളി ചെറുവത്തൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി ദാമോദരൻ പണിക്കരെ ആദരിച്ചു. ടി മധുസൂദനൻ MLA ദാമോദര പണിക്കരെ ഷാളണിയിച്ച് ആദരിച്ചു. പൂരക്കളി ചെറുവത്തൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുണിയനിലെ ദാമോദരൻ പണിക്കരെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. ടി മധുസൂദനൻ MLA ദാമോദരൻ പണിക്കരെ ഷോളണിയിച്ച് ഉപഹാരം കൈമാറി. മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ, പി ദാമോദരൻ പണിക്കർ, എൻ കൃഷ്ണൻ, എൻ അപ്പു, CK രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തൃക്കരിപ്പൂർ GVHS സ്കൂളിന് അനുവദിച്ച 7 ലാപ്ടോപ്പുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കൈമാറ്റം സ്കൂളിൽ വെച്ച് നടന്നു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ SMC ചെയർമാൻ MV അശോകൻ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ AV ജിജി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് EK ബൈജ, VHSC വിഭാഗം പ്രിൻസിപ്പൽ VK രാജേഷ്, KK സാജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ആദ്യമായി സംസ്കൃത തിരുവാതിരക്കളിയുമായി കുഞ്ഞമംഗലം ഗോപാൽ UP സ്കൂൾ വിദ്യാർത്ഥികൾ. ജനുവരി 6-ന് തിരുവനന്തപുരത്ത് സംസ്കൃത സെമിനാറിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സംസ്കൃത തിരുവാതിരക്കളി അവതരിപ്പിക്കും. പരിപാടിക്ക് ശേഷം കുട്ടികൾ മുഖ്യമന്ത്രിയുമായി സംവദിക്കും. കുടിവെള്ളം മലിനമാക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ അടച്ചുപൂട്ടിയ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമ നാട്ടുകാരെ കള്ളക്കേസിൽപ്പെടുത്തുന്നുവെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതർ കുടിവെള്ള പരിശോധന നടത്താൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയുടെ വിസ്മയ വസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പുസ്തകാവതരണ പരിപാടി ശ്രദ്ധേയമായി. ഒരേ സമയം 31 വേദികളിലായി 1500 പ്രശസ്തമായ കൃതികളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ചത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.